അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് താഴെക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പുറത്തിറക്കുന്ന 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ അതിഥി താഴെക്കോട് ടൗൺ ജുമാ മസ്ജിദ് മഹല്ലിൻ്റെ ജമാഅത്തിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ നിറഞ്ഞ വ്യക്തിത്വം പ്രിയങ്കരനായ AK നാസർ മാസ്റ്ററാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. താഴെക്കോടിൻ്റെ കൃത്യമായും തന്നെ താഴെക്കോട് ടൗണുമായി അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ താഴെക്കോട് ടൗണിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ഈ വ്യാപാര ചരിത്ര പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെതായ അറിവുകളും ഒക്കെ നമുക്ക് ഈ ഒരു പുസ്തകത്തിലേക്ക് അദ്ദേഹം പങ്കുവെക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ തുടക്കത്തിലുണ്ടായിരുന്ന കച്ചവടങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഒരു ഓർമ്മകളൊക്കെ ഞങ്ങൾ ഇതിലൂടെ പങ്കുവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ താഴെക്കോടിൻ്റെ ടൗൺ ജുമാ മസ്ജിദിൻ്റെ ഒരു പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് മഹല്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിയങ്കരനായ AK നാസർ മാസ്റ്റർ എന്നുള്ള നിലക്ക് എല്ലാ രംഗത്തും നിറഞ്ഞൊരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തെ ലഭിച്ചതിലുള്ള സന്തോഷം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനും അതുപോലെ തന്നെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് മമ്മൂക്കുട്ടി കാരാട്ടിലും വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി 2 വാക്ക് സംസാരിച്ചതിന് ശേഷം പ്രിയങ്കരനായ നാസർ മാഷ് ഞങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ പങ്കുവെക്കും. അപ്പോൾ എല്ലാവരും ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ഞങ്ങളുടെ ഇനിയും ആരെങ്കിലും ഇതുപോലുള്ള ആളുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം പ്രിയങ്കരനായ നാസർ മാഷ് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നാസർ മാഷിനെ പറ്റിയിട്ട് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. താഴെക്കൂട്ടുകാർക്ക് എല്ലാം അറിയാം, പച്ചവെള്ളം പോലെ അറിയാം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരിയായ ഭാഷാന്തരീകരണം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പുസ്തക പ്രസാധനമാണ്. അപ്പോൾ അത് വരും തലമുറക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞ് ആളെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ താഴെക്കോടിൻ്റെ ഒരു മുഖം എന്ന് പറഞ്ഞാൽ നാസർ മാഷിനെ പറ്റി അറിയാത്തവർ ഏതായാലും താഴെക്കോട് പഞ്ചായത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ മുഖത്തെപ്പറ്റി നിങ്ങളധികം അതിനെ പറ്റിയിട്ട് പ്രതികരിക്കണ്ട. പിന്നെ ചോദ്യങ്ങൾ പറയുന്നത് വേറെ ഒന്നാണ്. ഈ നമ്മളുടെ ഈ ഇന്നത്തെ താഴെക്കോട് ഒരു 4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ടിൻ്റെ അപ്പുറമുള്ള താഴെക്കോട്. അപ്പോൾ ഈ താഴെക്കോടിൻ്റെ മതപരമായിട്ടും വളർച്ചയും വിദ്യാഭ്യാസവും കച്ചവട വിപുലീകരണമൊക്കെ സംബന്ധിച്ചിട്ട് താഴെക്കോടിൻ്റെ നേർക്കാഴ്ചയിൽ പ്രിയപ്പെട്ട നാസർ മാഷിന് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മഹാന്മാരായ ആളുകളെ പറ്റിയിട്ടും നാസർ മാഷ് സംസാരിക്കും. അതിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, നാസർ മാഷ് സംസാരിക്കും. ഈ ചരിത്ര പുസ്തകം ഇറക്കുന്നതിനോടുള്ള അഭിപ്രായം നാസർ മാഷ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഇങ്ങനെ ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്ത് തന്നെ യൂണിറ്റുകളിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇതുവരെ തുടങ്ങി വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തിലേക്ക് കടക്കുന്നത്. അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നാസർ മാഷ് ചർച്ചയിലേക്ക്. പ്രിയപ്പെട്ട താഴെക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് അഷറഫ്, സെക്രട്ടറി മമ്മിക്കുട്ടി എന്ന മമ്മു, ആദ്യമായിട്ട് നിങ്ങൾ 40 വർഷത്തെ ഒരു വ്യാപാര ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് ഒരല്പം പോലും കുറവില്ലാതെ ഇതിന് മുന്നോട്ട് വന്ന നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കണം. ഒരു 50 വർഷക്കാലമായി താഴെക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ ഒരു ഏജിലുള്ള ഒരു 50 വയസ്സ് 70 വയസ്സിനിടയിലൊക്കെ പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ 2 തലമുറയും കണ്ട ആളുകളാണ്. തീർച്ചയായും അല്ലേ? ഏറ്റവും ടെക്നോളജി പരമായിട്ടുള്ള ആധുനിക ടീമിനെയും അതുപോലെ തന്നെ ആ കാളവണ്ടി യുഗത്തെയും
ആ കപ്പയും കഞ്ഞിയും ഒക്കെ കഴിച്ചിരുന്ന ആ കർഷക കാലഘട്ടത്തിലുള്ള ഒരു ടീമിനെയും അതേപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള AI കാലഘട്ടത്തെയും കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് അന്നത്തെ ഇവിടുത്തെ ഒരു കച്ചവട സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത് ആലിപ്പാക്കാൻ്റെ പീടിയുണ്ടായിരുന്നത്. നാലുപത്ത് അതിപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലായിട്ട് അത് പൊളിച്ച് നീക്കം ചെയ്യപ്പെട്ടു. അവിടെ കുറച്ചുകൂടി ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മാവേലി സ്റ്റോർ താഴെക്കോട്ട് മാവേലി സ്റ്റോറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് തന്നെ നമ്മുടെ കുറെ ആളുകൾ കൂടുതലായിട്ടുള്ള ആളുകൾ രൂപം കൊടുത്തിട്ടുള്ള ക്ലബിന്റെ ഒരു റൂമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് മാവേലി വന്നത്. മാവേലിയൊക്കെ ഞങ്ങളെ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ്. 80കളിൽ 82, 85 ആ കാലഘട്ടത്തിൽ അവിടെ മാവേലി സ്റ്റോറുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇപ്പോൾ നമ്മളെ റസാക്ക് കോഴിക്കച്ചവടം ചെയ്യുന്ന അദ്ദാക്കാൻ്റെ ആ പീടിക അന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു കുഴൽക്കിണറുണ്ടായിരുന്നു. ആ കുഴൽക്കിണർ വളരെ മുമ്പ് തന്നെ അവിടെ സ്ഥാപിച്ച് അതിൽ നിന്ന് വെള്ളം മരുതല ചേരിക്കലമാര ഭാഗത്തുള്ള ടാങ്കിലേക്ക് അടിച്ചിട്ട് ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കുടിവെള്ള പദ്ധതി എന്നുള്ളവർക്ക് വന്നതാണ്. അപ്പോൾ അവിടെയായിരുന്നു രാവിലെ പാലക്കാട്ട് നിന്നൊക്കെ കരിവേമായിട്ട് വരുന്ന ഈ കാളവണ്ടികൾ നിർത്തിയിരുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ എനിക്ക് എണീറ്റാൻ ആദ്യം കണ്ടിരുന്നത് ഈ കാളവണ്ടികളാണ്. അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തും. അങ്ങനെ ആ വണ്ടിയും തുടർന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഖദീജന്താത്ത മണ്ണില് ആ ഖദീജത്താൻ്റെ വീട്ടില് പണ്ട് അമേരിക്കയിൽ നിന്ന് എത്തിയുന്ന ഒരു ഉപ്പുമാവിന്റെ പൊടി ഉണ്ടല്ലോ, അത് വിതരണം ചെയ്ത് അതൊക്കെ ഞങ്ങളും ഒക്കെ ഭക്ഷിച്ചിട്ടൊക്കെ പാടെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം. അതായത് ഒരു 75-76 കാലഘട്ടം, അടിയന്തരാവസ്ഥക്ക് മുമ്പായിട്ടില്ല. നമ്മളെ ബംഗ്ലാദേശ് യുദ്ധത്തിന് മുമ്പ്, ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം അത് ഏറ്റവും പട്ടിണി. അപ്പൊ ഇത് പല ഭാഗത്തേക്കും അമേരിക്കയിൽ നിന്ന് ചാക്ക് കണക്കിൽ വന്നിരുന്നു. അത് നമ്മള് ഉപ്പുമാവ് എന്നുള്ള നിലക്കാണ് നമ്മളതിനെ അറിയപ്പെട്ട് കഴിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മളൊരു കട ഓർമ്മയിലുള്ളത് നമ്മള് ചോലിയിലെ ഹംസന്റെ കട. അതിന്റെ അപ്പുറത്ത് ബായുടെ നമ്മള് പൊരിക്കട ബായുടെ ചായക്കട. അതിന്റെ അപ്പുറത്ത് നമ്മളെ നിങ്ങള് വാപ്പിയും ഒക്കെ പാടെ കൂടിയിട്ട് ആലിപ്പിയൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു മീൻ കച്ചവടം ഇതുണ്ടായിരുന്നു. പച്ചമീൻ കച്ചവടം. പിന്നെ അതിന്റെ അപ്പുറത്ത് നമ്മളെ സഖാവ് അമ്മാജാക്കാൻ്റെ ഒരു കട ബസ് സ്റ്റോപ്പിന്റെ തൊട്ട്. അവിടെ മാഷ ഞാനൊരു ചെറിയ തിരുത്ത് പറയുന്നത്, അതായത് അവിടെ ആദ്യം പച്ചക്കറി കച്ചവടം തുടങ്ങിയത് ഞാനാണ്. അതായത് 4ാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയിട്ട് നേരെ ഇപ്പാന്റെ പീഡിയ കച്ചവടത്തിന്റെ നേരെ തൊട്ട് എന്റെ കട. പിന്നെ അതിനുശേഷമാണ് പുലിക്കടപായിലൊക്കെ ഓക്കെ. അതിനുശേഷമാണ് ചോലയിൽ അംസാക്ക പുത്തൂരമാക്കാൻ അഷ്റഫിന്റെ വല്യപ്പാന്റെ കട ഉണ്ടായിരുന്നു, തൊട്ടടുത്തൊരു പെട്ടിക്കട. അതിനോട് ചേർന്ന് നമ്മളെ കിഴക്കനാടൻ അബ്ദുസ്തിരിട്ടിന്ന് ഒരു കട ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടുപുറത്തിന്റെ കാസമളാപ്പാട് പെട്ടിക്കട ഉണ്ടായിരുന്നു. അത് ഫേമസ് ആയിരുന്നു. അത് ഫേമസ് ആയിരുന്നു. അതിനോട് ചേർന്നിട്ട് നമ്മളെ പൊരുമ്പത്തൂർ അലീവ പൂവലൊക്കെ പാട് ചായക്കട ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടുപുറത്ത് വേർന്ന് അല്ല അതിന്റെ അടിയില് നമ്മളെ മറ്റേ ആനിക്കാട് മമ്മദ് ചായപ്പൊടി ഉണ്ടായിരുന്നു. അതിന് തൊട്ടുപുറത്ത് നമ്മളെ യജമാനൊക്കെ മൂപ്പരുടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാളിക്കത്തൊടി മാനോക്കാന്റെ അസൈൻ മാഷൊക്കെ ഓരോരു കൈജമാനാക്കാൻ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അത് മറസിന് മാഷ് ഞങ്ങൾക്ക് അംഗീകാരം തന്നതാണ്. അങ്ങനെയാണ് മൂപ്പര് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ചിപ്പറ മുസ്തഫാന്റെ ഹൈദറാക്ക ഉണ്ടായിരുന്ന കാലഘട്ടത്തിലല്ലേ ഹൈദറാക്ക തുടക്കം കുറിച്ചു. മുസ്തഫാന്റെ ഒരു കട ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടപ്പുറത്ത്. അത് കഴിഞ്ഞിട്ട് മക്കാമി നമ്മളെ പഠിപ്പരയായിരുന്നു. പഠിപ്പര കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മാവൻ സംസാര ശേഷിയില്ലാത്തൊരു മൊയ്തി കുട്ടിയാക്കാം നമ്മളെ കുറച്ചാൽ ഗഫൂറിൻ്റെ ഒക്കെ മൂപ്പരുടെ ഒരു ഷെഡ്, അതിലൊരു കൈവണ്ടി ഉണ്ടായിരുന്നു. മൂപ്പർ സൈക്കിൾ വാടക കൊടുത്തിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളിക്കപ്പൽ
വലിയ പഞ്ചി മല്ലി വള്ളിക്കപ്പൽ എന്ന് പറഞ്ഞാല് വലിയ മൂച്ചി കപ്പൽ മൂച്ചിയാ. അതായത് അത് വലിയ ഫേമസ് ആയിരുന്നു. ഇവിടെ നമ്മള് പിന്നെ അന്നൊന്നും വാഹനങ്ങൾ കൂടുതലില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ റോഡുമ്പോൾ നിന്നിട്ട് പിന്നെ സ്കൂള് സമയത്തിന് ശേഷം മുമ്പൊക്കെ പിന്നെ മാവിലേക്ക് എറിയണേ തറി എടുത്തിട്ട് തന്നെ ഒരു കാലഘട്ടം അന്നൊരു പാട്ടുണ്ടായിരുന്നു. മാഷി മാക്കൊരു പാട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി ഓർമ്മയുണ്ടോ? അന്ന് മമ്മ പറയും വടിവെട്ടി മാങ്ങ കറിന്താരോ മാങ്ങ ഉറിയറ്റി താഴോട്ട് വീണാരോ. ഞാൻ അവിടുന്ന് അങ്ങനെ പോയിട്ട് പിന്നെ നമ്മളെ പിന്നെ പള്ളിയുടെ അപ്പുറത്ത് ഒരു കടികളുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പള്ളിയുടെ വഴിയോട് ചേർന്ന് നിന്നുകൊണ്ട് മരുതലിയിൽ നമ്മളെ പാറക്കാടൻ ഒരു പിന്നെ ഒരു കട കുറച്ച് അത് കുറേ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മളെ മരുതല റോഡ് ഞാൻ എൻ്റെ പിന്നെ തറവാട് മരുതലയിലാണ്. അപ്പൊ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണത് പിന്നെ മരുതലിയിൽ നിന്ന് വന്നിട്ട് നിലവിലിപ്പോ കാസിമക്ക താമസിക്കുന്ന അവിടെയാണ് നമ്മുടെ തറവാട്. അപ്പൊ അവിടുന്ന് വന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തുള്ള സ്കൂളാണ്. അവിടെയാണ് LP സ്കൂൾ. അവിടെ 1ാം ക്ലാസ് പഠിച്ചിട്ട് പിന്നെ അവിടുന്ന് സ്കൂൾ മാറ്റി. അവിടെ 1ാം ക്ലാസ് മുഴുവനായിട്ടുണ്ടോ മാഷെ? മുഴുവനായിട്ടില്ല, ഇടക്കാലത്ത് പോയി. അത് പിന്നെ കാപ്പുറമ്പ് LP സ്കൂളിന്റെ അവിടേക്ക് പോയിട്ട് അവിടെ സ്കൂൾ തുടങ്ങി. അതായത് നമ്മളെ അങ്ങാടിയിലെ മദ്രസയിലും കാപ്പുപറമ്പിലെ മദ്രസയിലും കൂടിയാണ് ഒരു വർഷം പൂർത്തി. ഞാൻ 2ാം ക്ലാസ് പിന്നെ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് കാപ്പുറമ്പ് മദ്രസയിലാണ്. അപ്പൊ ആ മദ്രസ ആ സ്ഥലത്ത് ഇപ്പോഴത്തെ ആ മദ്രസ അല്ല, അതിന്റെ പഴയ മദ്രസയിലാണ് 2ാം ക്ലാസ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ആ കാലഘട്ടത്തിൽ ആ ഒരു സൈഡ് അങ്ങനത്തെ. ഇനി അപ്പുറം അപ്പൊ നമ്മളിപ്പോ സ്കൂൾ ഭാഗം പറഞ്ഞു. പിന്നെ വില്ലേജ് ഓഫീസിന്റെ ആ ഒരു ഭാഗം ഒരു കാര്യമായിട്ട് നമ്മളെ ആ ഒരു വലിയ മദ്രസായിട്ട് നിൽക്കുന്ന സ്ഥലമല്ലാതെ വേറെ അവിടെ ഒന്നുമില്ല. പിന്നെ തോട് നമ്മൾ ഈ പാലം കഴിഞ്ഞിട്ട് നേരെ കുണ്ടറ എങ്ങനെയാണ് ഇപ്പൊ വഴി അറിയപ്പെട്ടിരുന്നത്? ടിപ്പു സുൽത്താൻ റോഡ്. അന്ന് പറഞ്ഞ കുണ്ടനിട വഴി. അപ്പൊ ഒരിക്കലും നമുക്ക് അതുവഴി ഒരു നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾക്ക് അല്ലാതെ അതുവഴി നടന്നു പോകാൻ കഴിയില്ല. കാരണം അങ്ങനെ വെള്ളം അരിച്ചാലായിട്ട് പിന്നെ ഒരു മുകളിൽ നിന്ന് സ്റ്റെപ്പായിട്ടാണ് ഇറങ്ങി ഒതുക്കുമായിരിക്കുള്ള അത്രയും പിന്നെ ചെരിവിലും കുഴിയിലും ഒക്കെ ആയിട്ടാണ് ആ വഴി ഉണ്ടായിരുന്നത്. അതിനൊക്കെ അന്നിനെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. ആളുകൾ അങ്ങനെ നടക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മളെ മദ്രസയിൽ പഴയ കാലത്തെ ഓടിട്ട മദ്രസയിൽ അങ്ങനെ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. മറ്റേ ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ ആ കാലഘട്ടത്തിൽ വീരാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ വാഴത്തുരത്ര മുസ്ലിയാർ ഇവരൊക്കെയാണ് സാധാരണയായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നമ്മളൊരു അഹമ്മദ് മുസ്ലിയാർ ഇവരൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മൊമ്മലിയൊരു വാഴത്തുരി കുറെ അസൈനാരോട് ഒരു കേക്കര ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ മുസ്ലിംമാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രം നിറകുടായിരുന്നല്ലോ താഴെക്കൂട്. കുഞ്ഞലി മുസ്ലിയാര് പിന്നെ മുസ്ലിയാരൊന്നും ഇപ്പൊ നമ്മള് ഓർമ്മയിലില്ല, കണ്ട ഓർമ്മയിലില്ല, കേട്ടറിവ്. പിന്നെ മാഷേ കണ്ട ഓർമ്മയിൽ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ താഴെക്കൂട് അന്നും നമ്മളെ ഈ തലമുറയിൽ നമ്മൾക്ക് മുകളിലുള്ള തലമുറയും ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ താഴെക്കൂട്ടുകാരന് ഏറ്റവും ബഹുമാനിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് കുഞ്ഞാപ്പ ഹാജി, താങ്കളുടെ ഉപ്പ. മഹമ്മൂദ് ഹാജി എന്ന കുഞ്ഞാപ്പാജി. മഹമ്മൂദ് ഹാജിയാണ് കുഞ്ഞാപ്പാജി എന്ന് പറഞ്ഞാലാണ് മഹമ്മൂദ് ഹാജി. നാസർ മാഷിന്റെ നാസർ മാഷിന്റെ നമ്മളെ ട്രഷറർ ലത്തീഫിന്റെ ഒക്കെ. രണ്ടാമത് വരുന്നത് രണ്ടാമതല്ല, രണ്ടാമത് വക തിരിക്കാനേ പാടില്ല. അബ്ദുൽ മുസ്ലിയാർ. അതായത് ഒന്ന് അറിവിന്റെ നിറകുടവും. അതായത് അബ്ദുൽ മുസ്ലിയാർക്ക് ഞാൻ എൻ്റെ നിരീക്ഷണം പറയുകയാണെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തണം. അബ്ദുൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ അറിവിന്റെ നിറകുടാണ്. കുഞ്ഞാപ്പ ഹാജി എന്ന അറിവിന്റെ ഉപാസകനുമാണ്. അതായത് അറിവിന്റെ ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ആരെ കണ്ടാലും വാ അവിടെ നിന്ന് ക്ലാസ് ഉണ്ട് പോരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നൊരു മനുഷ്യനാണ്. എന്ത് നടക്കുന്ന ക്ലാസ്, ഏത് ക്ലാസ് ആയിരുന്നാലും. മറ്റേ അബ്ദുൽ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യത്തിന് എപ്പോൾ ചോദിച്ചാൽ ആ ചിരിച്ചും കൊണ്ടൊരു മറുപടി ഉണ്ട്. അപ്പം ഈ അറിവിൻ്റെ ഉപാസകനായ അങ്ങയുടെ
ഉപ്പായുടെയും അബ്ദുൽസ്ലാരിയും പേരിൽ ഒരു അറിവിൻ്റെ ഒരു ഓർമ്മ സ്മാരകം നമുക്ക് താഴെക്കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ലൈബ്രറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഷാല്ലാ അത് പിന്നെ നല്ലൊരു നിർദ്ദേശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം കെ എൻ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഇവിടെ അല്ല ജോലി ചെയ്തിരുന്നത്, പിന്നെ മംഗലാപുരത്തുള്ള ആളിലായിരുന്നു നീണ്ട കാലം. അദ്ദേഹത്തിൻ്റെ ഈ രോഗ അവസ്ഥയിൽ കടന്ന കുറച്ച് വർഷങ്ങൾ വെച്ച് നോക്കിയാൽ നീണ്ട കാലം അദ്ദേഹം ജോലി ചെയ്തു മംഗലാപുരം ഉള്ളാൾ പ്രദേശത്താണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ ജീവിതത്തിൽ വളരെ പരിശുദ്ധിയും അതേപോലെ തന്നെ പിന്നെ അത്രയും സൂക്ഷ്മതയും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടുന്ന് യാത്ര ചെയ്തിട്ട് അവിടേക്ക് എത്തണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തണമെങ്കിലും ഒക്കെ വലിയ പിന്നെ പ്രായമായ ടൈമിലൊക്കെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ആ സ്ഥാപനത്തോടുള്ള കൂറും അവിടെ കുട്ടികളോടുള്ള ഒരു ബാധ്യതയും കണക്കിലെടുത്ത് അദ്ദേഹം എത്ര അസുഖമാണെങ്കിലും ഒരുപാട് കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആരോടും അങ്ങനെ ലോകം പറയുന്ന പരിപാടിയൊന്നുമില്ല. മൂപ്പര് AP ഓഫീസിലുണ്ടായിരുന്ന അവിടെ കയറിയിട്ട് പത്രം വായിക്കും, പിന്നെ അങ്ങനെ പോവും. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം എൻ്റെ വാപ്പ ഉള്ള സമയത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് പത്രം വായിച്ചിട്ട് വാപ്പാൻ്റെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകുള്ളൂ. അങ്ങനെ പരക്കെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് നമുക്ക് റമദാനിൽ പിന്നെ ലോഹർ സ്കാനം കഴിഞ്ഞിട്ട് ഒരു ഹദീസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് നീണ്ട കാലം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവസാനത്തെ 10ലുള്ള പിന്നെ ഒരു ക്ലാസ്, അതും അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മളിവിടെ ആളുകൾക്കൊക്കെ വലിയ അറിവ് കിട്ടുകയും കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഇന്നിപ്പോ ക്ലാസ് നടന്നു പോകുന്നുണ്ട്. നമ്മളെ പിന്നെ പറ്റുള്ള നിലവിലെ മഹലിലെ കാളി എന്നുള്ള നിലയ്ക്ക് കേക്കര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വാപ്പാൻ്റെ പേര് പരാമർശിച്ചപ്പോൾ പറഞ്ഞ പോലെ വാപ്പ തലശ്ശേരിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് 93-ലാണ് റിട്ടയർ ചെയ്തത്. 93-ൽ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ സജീവമായത്. തലശ്ശേരി. അപ്പോൾ അവിടെ ജോലി ചെയ്ത് തിരിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ സജീവമാവുകയും ഇവിടെ എല്ലാ ജനങ്ങളോടും ഒരു പിന്നെ പ്രായഭേദമന്യേ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപക്ഷെ നമുക്കൊന്നും അങ്ങനെ കഴിയുന്നില്ല. അത് വാപ്പാൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ അമ്മ സൂചിപ്പിച്ച പോലെ എല്ലാവരെയും പിന്നെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും മറ്റുള്ള നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അങ്ങനെ ജീവിതം പിന്നെ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ പിതാവ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ കുറേ ഈ ദീനീപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ അദ്ദൂസിൻ്റെ എടുത്തു എന്ന് പറയുന്ന ഹദീസ് ക്ലാസ് അതിപ്പോൾ പറഞ്ഞു തുടക്കം. അതുപോലെ തന്നെ അത് എടുത്തത് ഇപ്പാൻ്റെ ഒരു പറച്ചിലും ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം പിന്നെ ഈ അവസാന 10 എഴുത്തിക്കാഫ് ഇരിക്കണ പരിപാടി നമ്മളെ ഈ പരിസരത്ത് എവിടെ ഉണ്ടായില്ല. ഇപ്പൊ നമ്മളെ പള്ളിയിൽ സജീവമായിട്ടുണ്ട്. അതിൽ ഈ ക്ലാസ്സും ഉണ്ട്. അത് ഇപ്പോൾ തുടക്കം കുറിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഈ പെരുന്നാൾ തലേന്ന് തക്ബീർ ജാന അത് വാപ്പയായിട്ട് തന്നെ കൊണ്ടുവന്നാണ്. ആ കാലഘട്ടം മുതലുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മളെ പരിസരത്ത് എവിടെയും നോക്കിയാല് പെരുന്നാൾ തലേന്ന് ഇങ്ങനെ റോട്ടിൽ കൂടെ ഒരു തക്ബീർ ജാഥ കാണൂല. അത് ഇവിടെ മാത്രമുള്ള അങ്ങനെ ഒരുപാട് പിന്നെ 70-75 വർഷം ആയി ഇപ്പൊ അത് അതൊക്കെ ഇതിന് ശേഷം റിട്ടയർമെന്റിന് ശേഷം വാപ്പോടെ സജീവമായ ശേഷമാണ്. 60-65 കൊല്ലായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അല്ല 93-ന് ശേഷം. 93-ന് ശേഷം അഷ്റഫ്, ഞാൻ അന്നൊക്കെ ഗൾഫിലാണ്. പക്ഷെ എന്റെ ചെറിയ 1-2 ഓർമ്മകൾ പറയാം. അന്നിപ്പോ ടെലിഫോണും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ രാത്രി മറ്റേ കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ഉറപ്പിച്ചു പോരണം. മാസക്കാലം പോയിട്ട് ഉറപ്പിച്ചു വരണം. അപ്പോൾ ഉറപ്പിച്ചു വന്ന 12-1 മണി വരെയൊക്കെ 1-2 മണി വരെ ജനങ്ങൾ ഇവിടെ അങ്ങാടി കൂടി നിൽക്കായിരിക്കും. മാസം കണ്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെയാണ് തക്ബീർ ജാഥ ഉണ്ടായത്. ഇന്നത്തെ ടെലിഫോൺ സംവിധാനങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ മിക്കവാറും ഇവിടുന്ന് മാസം കണ്ട് ഉറപ്പിക്കാൻ വേണ്ടി പെരുന്നാൾ ടൗൺ പള്ളിയിൽ അവിടെ പോയി പോകും. ചിലപ്പോൾ പാണക്കാട് പോകും. അല്ലെങ്കിൽ പെരുന്നാൾ പാണക്കാട് പോയിട്ടുണ്ടാകും. മൂല വിവരം കിട്ടാൻ വേണ്ടി പെരുന്തൽമണ്ണ നമ്മൾ കാത്തു. അങ്ങനെ വന്നിട്ട് ഉറപ്പിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ നമ്മളെ പഴയ പള്ളി പിന്നെ അറിയാലോ. പഴയ പള്ളി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഓടിട്ടിട്ടുള്ള 220 വർഷങ്ങൾക്ക് മുമ്പ്
പണി കഴിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണേ. അതിന്റെ മുമ്പ് വേറെ പള്ളി ഉണ്ടായിരുന്നോ പൊളിച്ചിട്ട് ഉണ്ടാക്കിയാണോ നമുക്കറിയില്ല. എന്തായാലും നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന ഓടിട്ട പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബാൻഡ് അല്ലെ നിസ്കാര സമയം അറിയിക്കാൻ വേണ്ടിട്ടന്ന് മൈക്ക് സെറ്റ് അല്ല മുട്ടലാണ്. പിന്നീട് മൈക്കൊക്കെ ആയി വന്നപ്പോ പിന്നെ അത്താഴത്തിന്റെ സമയമൊക്കെ അറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ചെണ്ടാന്ന് പറയും. പിന്നെ ചെണ്ടാന്നാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇപ്പൊക്കെ നിലവിലിപ്പോ അതൊക്കെ അങ്ങനത്തെ പിന്നെ ഈ ചെണ്ടയ്ക്ക് എപ്പോഴും പൊന്നാനി പിന്നെ പുത്തനങ്ങാടി പള്ളിയിൽ നിലവിൽ പോയാൽ കാണാം. പുത്തനങ്ങാടി പഴയ പള്ളിയിൽ അതല്ല സ്മാരകമായി സൂക്ഷിച്ചു. അപ്പൊ അങ്ങനെയുള്ള പഴയ അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഇപ്പൊ പള്ളിയുടെ അകത്താണ് കിണറ്. ആ കിണറ് പുറത്തിടുന്നു. അതിന് ഏത്തം ഉപയോഗിച്ച് നമ്മളെ കർഷകരൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തുള്ള വെള്ളം പിന്നെ കിണറ്റിൽ മുക്കാൻ ഉപയോഗിച്ചിരുന്ന രീതിയാണ് ഏത്തം. ആ ഏത്തം ഉപയോഗിച്ചിട്ടാണ് പള്ളിയുടെ അതൊക്കെ ഇതാക്കിയത്. നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് അനുഭവമുള്ള സംഭവങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തോടിൻ്റെ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്. നമ്മുടെ തോടിൽ ചേക്കോക്കാൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ചിറ ഉണ്ടായിരുന്നു. ആ ചിറയുടെ ബാക്കി പത്രമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ ചിറ ഉപയോഗയോഗ്യമായിട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. അവിടെ വെള്ളം കിട്ടിയാൽ ആ അരിച്ചാലിലൂടെ വന്ന് നമ്മളെ പള്ളിക്കുളം നിറച്ചിരുന്ന സാധനം അതാണ്. പിന്നെ അത് നമ്മളെ പള്ളിയുടെ പിന്നെ മതിലിനോട് ചേർന്ന് നമ്മളെ പള്ളിയുടെ അതൊക്കെ ഭാഗത്ത് കൂടി അങ്ങനെ പാടത്ത് മുഴുവൻ വെള്ളം എത്തിച്ചിരുന്നത് ചാല്. അതാണ് നമുക്ക് ഏത് വേനൽക്കാലത്തും പിന്നെ പള്ളിക്കുളത്തിൽ വെള്ളം ഉണ്ടാകാനുള്ള കാരണം. ഇന്നത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഇപ്പൊ മഴ പോയി 1-2 മാസം കഴിയുന്നതോടുകൂടി തോട്ടിലെ വെള്ളം പറ്റും. തോട്ടിലെ വെള്ളം പറ്റിയ പിന്നെ നമ്മളെ അരിച്ചാലിന്റെ അല്ലെങ്കിലല്ല അപ്പൊ നമ്മളെ പള്ളിക്കുളത്തിലെ വെള്ളം പറ്റും. അതാണ് ഇപ്പോൾ നിലവിലുള്ള പള്ളിക്കുളാണെങ്കിലും ഏത് കുളാണെങ്കിലും ഇപ്പോ ഈ പാടല്ലാത്തതുകൊണ്ട് കൃഷിസ്ഥലം പിന്നെ നെൽകൃഷി ഇല്ലാത്തത് കൊണ്ട് ഈ തോടുകളിലൊക്കെ മഴ കഴിയുന്നതോടുകൂടി തന്നെ വെള്ളം പറ്റും. മറ്റത് എക്കാലത്തും പാടത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ ഉറവായിട്ട് ഇങ്ങനെ ഈ തോടുകളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിന്റെ പരിസരത്തുള്ള കുളത്തിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇപ്പൊ കുളങ്ങളൊക്കെ ഒരു മഴ നിന്നൊരു മാസം 2 മാസം കഴിഞ്ഞാൽ പറ്റുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ആ ചാലും അരിച്ചാലും ആ ചെറിയ ആ കാലഘട്ടത്തിലുള്ള ഇതാണ്. പിന്നെ നമ്മളെ ഈ വടക്ക് ഭാഗത്ത് റോഡിന്റെ വടക്ക് ഭാഗത്തുള്ള കടകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കുറച്ചാൽ പോക്കരാക്കാൻ്റെ പോക്കരാജിലെ പിന്നെ അവിടെ പല ബാക്കിലെ താമസ വീടിരുന്നു. ഫ്രണ്ടില് ഒരു തുണി കടയുടെ ഒരു റൂമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത്. അതിന്റെ പുറത്ത് പിന്നെ പലചരക്കുണ്ട്. പിന്നെ ഒരു ഈ റബ്ബറും കാര്യങ്ങളും സൂക്ഷിച്ചിരുന്ന പിന്നെ എണ്ണീനാജില് അത് കഴിഞ്ഞ അതിന്റെ അടിയില് ഇപ്പോ പിന്നെ അഷ്റഫിന്റെ ബിൽഡിംഗ് ആയിട്ട് നിൽക്കുന്ന അവിടെ ചോലീല മീതിയൊക്കെ വീടായിരുന്നു. ചോലീല മീതിയൊക്കെ ഷെരീഫൊക്കെ മരിച്ചില്ലേ, അവരിപ്പോഴും താമസം മാറ്റി. അവരുടെ മീതിയൊക്കെ മരിച്ചു. അപ്പൊ അവരുടെ വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഒസമാക്കാന്റെ അപ്പ നിൽക്കണ ബിൽഡിംഗ്. ആ ബിൽഡിങ് പിന്നെ അവിടെ ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാറ്റമുണ്ട്, ഇപ്പോഴത്തെ രൂപത്തിലല്ല. അതിന്റെ അന്നം സൗട്ടാക്കിയും മോമാക്കിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂട്ടി മക്കൾ ഒരു പേടി. അതിൽ നമ്മളെ ഒരു വൈദ്യരുണ്ട്, ഭാസ്കരൻ വൈദ്യരല്ല, ഇപ്പോ പേര് ഓർമ്മയിൽ വിട്ടു. ഭാസ്കരൻ വൈദ്യര് പൂത്താണിയിലുള്ള ഇയാളെ ജ്യേഷ്ഠനാണ്. യന്ത്രനല്ല, നാടൻ വൈദ്യൻ. നീണ്ട കാലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അപ്പുറത്ത് മമ്മൂട്ടേജിന്റെ ഒരു പലചരക്ക് കട നിലവില്. പിന്നെ ഇപ്പൊ നമ്മളെ പിന്നെ വർക്കിംഗ് സെക്രട്ടറി അനീസിന്റെ വാപ്പാനാണ് മമ്മൂട്ടേജ് എന്ന് പറയുന്നത്. കുറച്ചാലും മമ്മൂട്ടേജ് ഇന്നിരാജിയാണ് അതിന്റെ പിന്നെ അനീസിന്റെ ശംസുന്റെ ഒക്കെ വല്ലിപ്പ. അതിന്റെ അപ്പുറത്ത് പിന്നെ അമ്മോൻ അബുഹാജിന്റെ ടെക്സ്റ്റൈൽസ്, അപ്പുറത്ത് മൈദൂട്ടേക്കാന്റെ ഒരു ഷോപ്പ്. പിന്നെ അതിന്റെ അപ്പുറത്തെ മൂലയില് ഇപ്പോ നിൽക്കണ കുട്ടിയച്ച് കച്ചവടം ചെയ്തിരുന്ന ഒരു കട. മൂപ്പര് പിന്നെ ബേക്കറി കുട്ടിയച്ചിലെ സാലിയൊക്കെ കട നടത്തുന്നത്. പ്രധാനമായിട്ടും അങ്ങനത്തെ ബേക്കറി, മുട്ടായി, അങ്ങനത്തെ കച്ചവടം. പിന്നെ അതാണ് നമ്മളെ മദ്രസ റോഡിന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡില് നമ്മളൊരു അവിടെ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അമ്മന്റെ ഈ സിമന്റ് കിട്ടിയുന്നൊരു കടയായിരുന്നു. അതിന്റെ നേരെ മുകളിൽ നമ്മളെ മറ്റേ ചോരത്ത് മരിച്ച കുഞ്ഞാൻ ഇപ്പൊ മമ്മൂട്ടിയൊക്കെ
അവരുടെ ഒരു സൈക്കിൾ കിടന്നു, സൈക്കിൾ വാടക കൊടുക്കുന്ന അന്നത്തെ കാലത്ത്. അപ്പൊ നമ്മള് മമ്മൂട്ടി പണ്ടല്ലോ, മൂപ്പര് ഭയങ്കര ചിത്രകാരനാണ്, വളരെ മനോഹരമായിട്ട് മതിലുമേ പിന്നെ ചിത്രം വരക്കും. അദ്ദേഹത്തിന്റെ ആ ചിത്രമൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ചിത്രം വരക്കലിന്റെ ശീലം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ആളാണ്. ഈ ചുമരെഴുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിന്ന് പഠിച്ച മദ്രസയിൽ പോണ സമയത്താണ് അത് കാണാം. പിന്നെ അവിടെ ഒരു കിണർ കഴിഞ്ഞിട്ട് അമ്മോന് അംസൂട്ടിയാക്കാൻ്റെ ഒരു റൈസ് മില്ലുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് ഗൾഫിൽ പോയ സമയത്ത് കുറച്ചു കാലം 5-6 മാസം ഞാനാണ് തേങ്ങ കിട്ടിയ കൂടെ കൊണ്ട് തൊട്ടോ തേങ്ങ കിട്ടിയ ബിൽഡിംഗ്. അപ്പൊ തേങ്ങ കിട്ടിയ ബിൽഡിംഗ് അതിനപ്പുറത്ത് കോയാച്ചിലെ പിന്നെ വീട്, അവിടെ മദ്രസയുടെ നേരെ മുമ്പില് കോയാച്ചിലെ ബിൽഡിങ്ങിലും നമ്മളിപ്പോ മരിച്ച മാളികത്തുറ മുട്ടിയൊക്കെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു, പലർക്ക് കച്ചവടം. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നാല് താഴെ പിന്നെ ഇവിടെ അംസ്വാക്കാൻ്റെ നാലകത്ത് അംസ്വാക്കാൻ്റെ ഒരു മറ്റേ മുപ്പര് കച്ചവടം ചെയ്തിരുന്ന ഒരു റൂമുണ്ട്. അത് നമ്മളെ കർത്തജിനെയൊക്കെ നമ്മളെ മഹൽ ജ്വല്ലറി ആ ബിൽഡിങ് അത് കുറച്ച് ഉയർന്ന സ്ഥലമായിരുന്നു. അത് നാലകത്ത് അംസ്വാക്കാൻ്റെ ഒരു പീഡിയ റൂമായിട്ട് അവിടെ കുറെ കാലം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ജനതാ ഹോട്ടല്, പിന്നെ അതിന്റെ പിന്നില് അത് നമ്മളെ മണ്ണാർക്കാടുള്ള കുഞ്ഞിമോന് അല്ല അന്ന് ആദ്യം നടത്തിയത് അംസൂട്ടിയാക്കിയാണ്. പിന്നെ കുഞ്ഞുമോനാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മള് എ.പി. വാപ്പുട്ടിയാക്കാന്റെ ഒക്കെ കേരളത്തിലുള്ള ഒരു ബീഡി കമ്പനി നല്ല പേരിട്ട ഒരു സംഭവം. അത് വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ അതിനോട് ചേർന്നിട്ട് നമ്മളെ ചന്ദ്രന്റെ അച്ഛൻ കുഞ്ചു, അതിന്റെ തൊട്ട് ഇപ്പൊ നമ്മളെ ടെലിഫോൺ എക്സ്ചേഞ്ച് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് ഇപ്പോ അവിടെ പിന്നെ നമ്മളെ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ കുറച്ചു കാലം പലർക്കാട് നടത്തിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളോട് ഡോക്ടർ മുഹമ്മദ് ഉണ്ടാവും. പ്രിയപ്പെട്ട ഒരു ഡോക്ടർ മുഹമ്മദ്, മൂപ്പരുടെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് നല്ലോണം രോഗികളൊക്കെ വന്ന് ഈ മുറി കെട്ടാനും മുറിയായാലും പെട്ടെന്ന് മൂപ്പരുടെ ഒരു മരുന്ന് കൊണ്ട് മാറാനും ഒക്കെ വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്ത് കുഞ്ഞിസക്കാക്കാന്റെ പൂതംകുളം കുഞ്ഞിസക്കാക്കാന്റെ വീട്, അതിനോട് ചേർന്ന് മദ്രസ, അങ്ങനെയാണ് അതിന്റെ അപ്പുറത്ത് കേക്കനടം അദ്വക്കാന്റെ വീട്. പിന്നെ ഇപ്പോഴുള്ള രീതി തന്നെ. അല്ല അന്നിപ്പോ ഈ ഡോക്ടറും വൈദ്യരൊക്കെ ഇവിടെ ഉള്ള സമയത്ത് കരിങ്കലത്താണിയിൽ ഇതൊന്നുമില്ലല്ലോ. കരിങ്കലത്താണിയിൽ അന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരു ചെറിയൊരു ഏരിയയാണ്. അന്ന് അങ്ങാടി എന്ന് പറഞ്ഞാല് കച്ചവടത്തിന് മാട്ര ഭാഗത്ത് അരക്കുടമ്പ് ഭാഗത്തുള്ളവർ മുഴുവൻ ആശ്രയിച്ചിരുന്നത് ഈ താഴെക്കുടം അങ്ങാടി. പ്രത്യേകിച്ച് എന്റെ പിന്നെ കൊച്ചാലി നീനാജിലെ കടയിലേക്ക് വലിപ്പാന്റെ ആ കട കേന്ദ്രീകരിച്ച് കാര്യമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ നമുക്ക് ഇവിടെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുന്നായിട്ട് കൂട്ടിമുട്ടിക്കാനുള്ള റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ MLA റോഡ് വന്നപ്പോ, തൂതവട്ടത്തൂർ റോഡ് വന്നപ്പോ കരിങ്കലത്താണി അങ്ങാടിയായിട്ട് വലിയ പ്രതാപ കാലഘട്ടം. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ ഒരു നല്ല, ഇവിടെ നാഷണൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, പിന്നെ 3 സ്റ്റാർ ഹോട്ടലുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് നമ്മുടെ കാപ്പിലെ LP മൊമാക്കാന്റെ ഇപ്പോ ഉണ്ടായിരുന്നു മുജീബൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലം. റേഷൻ കടയായിരുന്നു. റേഷൻ കട ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ബാങ്ക്, ഗ്രാമീണ ബാങ്ക് പിന്നെ അവിടെ തുടങ്ങി, പിന്നെ മാറ്റിയതൊക്കെ. അപ്പൊ അതിന്റെ അപ്പുറത്ത് നമ്മൾ അസീസാക്കാന്റെ അസീസാക്കാന്റെ ബിൽഡിംഗ് ആണ് ഇപ്പൊ നമ്മളെ വാപ്പ് കച്ചവടം ചെയ്യുന്ന ബിൽഡിംഗ്. ഉണ്ടക്കട വാപ്പ് ചെയ്യുന്ന നമ്മളെ LP എംസപ്പിയും അമ്മിപ്പൊക്കെ അല്ലേ അവരുടെ വാപ്പ, കുഞ്ഞമ്മലിയുടെ ഒക്കെ വാപ്പ. അതിന്റെ അപ്പുറത്തൊരു വിറക് വരെയായിരുന്നു. അതായത് മുസ്തഫാന്റെ മുസ്തഫാന്റെ ഇപ്പൊ കോംപ്ലക്സ് പോലെ കെയർ ഒരു തറയും അവിടെ ഒരു വിറക് എനിക്കൊന്ന് കരിങ്കലത്താണി സൈതാൽപ്പാക്കി അങ്ങനെ ആയിരിക്കും ഒരാൾക്ക് കൊടുത്തിക്കായിരുന്നു. അവിടെ വിറക് വരാം ഓർമ്മയില് ഉള്ളതാണ്. പിന്നെ എന്റെ വീട് തറവാട് വീടിന്റെ അപ്പുറത്ത് നമ്മളെ മണ്ണിലസൈ കുട്ടിയാക്കാന്റെ ചായക്കട കുറച്ച് വൈകിട്ടാണ് ഒന്നും തറയാണ്. മണ്ണാസി കുട്ടിയൊക്കെ ആദ്യം ഇവിടെ നാഷണൽ ഹോട്ടൽ ഇവിടെ ഈ 91 ഇപ്പൊ നമ്മള് 91 ഇലക്ഷന് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഈ പറഞ്ഞ 3 സ്റ്റാർ ഹോട്ടൽ. അന്ന് രാത്രിയിൽ അവിടെ നമ്മള് രാത്രിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചുമരെഴുത്തും കാര്യമൊക്കെ ആയിട്ട് കിടന്നത്. അങ്ങനെ ഇലക്ഷന് തന്നെ അതായത് പിന്നെ ഏപ്രിൽ 21 മെയ് 21 എനിക്ക് ഓർമ്മയില്ല. അന്ന് രാത്രി നമ്മളിവിടെ കിടന്ന് രാവിലെ എണീറ്റപ്പോഴാണ് രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനം ഇവിടെ രാത്രി കിടന്നത്.
എണീറ്റപ്പോഴാണ് 1.5 ലക്ഷം മാറ്റി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ അസൈൻകുട്ടിയാക്കാൻ്റെ ആ ഒരു ഏരിയയിൽ അവിടെ തവരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ വീടിനോട് ചുറ്റിപ്പറ്റിയിട്ട് തവരക്കളി ഉണ്ടായിരുന്നു. തവരങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ അതുപോലെ ഈ മറ്റേ ചൊട്ടിമുള്ളും അതൊക്കെ നമ്മളെ വഴിയിലായിരുന്നു. അസൈൻകുട്ടിയാക്കാൻ്റെ വീടിൻ്റെ വഴിയിൽ ചൊട്ടിമുള്ളും കളിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു കാലഘട്ടം. അന്ന് നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പിന്നെ റോഡ് സൈഡിൽ ഒരു ചാക്ക് വിരിച്ചിട്ട് പിന്നെ ചെറിയ കച്ചവടമൊക്കെ നമ്മൾ ചെയ്തു. അതിന്റെ അടുത്ത് മരിക്കണേന്റെ തൊട്ടുമ്പ് പറഞ്ഞു ഈ പിന്നെ ഭരണിയിലൊക്കെ മിഠായിയൊക്കെ സ്കൂൾ കുട്ടികൾ അല്ലേ ചെറിയ നെല്ലിക്കയും മറ്റേ മാങ്ങി അങ്ങനത്തെ കച്ചവടമൊക്കെ നേരത്തെ തീർച്ചിട്ടേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഞങ്ങളൊരു കളിസ്ഥലവും അങ്ങനത്തെ ഒരു സ്ഥലം ഒരു സ്ഥലം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പിന്നെ ഇവന്റെ സ്ഥലമുണ്ടല്ലോ മറ്റേ അൻവറിന്റെ ലീഗ് ഓഫീസിന്റെ തൊട്ട് CH അൻവറിന്റെ സ്ഥലം ലീഗ് ഓഫീസൊക്കെ നിൽക്കുന്നത് അവിടെ നമ്മുടെ അബ്ദുൽ ഹക്കം മട്ടർമന്റെ പോലെ തറവാട് സ്ഥലമാണ്. അവിടെ ഒരു വീരാമുട്ടിയൊക്കെ ഉണ്ടാവും. ഹോമിയോ ഡോക്ടർ വീരാമുട്ടിയൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര ഫേമസ്. ഇവിടെ നമ്മളെ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ മുമ്പ് ഡോക്ടർ കഥ പറഞ്ഞ പോലെ എല്ലാ ഒരു രോഗികൾക്കും ഒരു ആശ്രയമായിട്ട് കണ്ടിരുന്ന വ്യക്തിയാണ്. മൂപ്പരെ പറ്റിയിട്ട് മൂപ്പരുടെ അനുഭവം എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ജലദോഷം എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ മൂപ്പര് ഒരു പൊടി ഇങ്ങനെ മണപ്പിക്കും. 25 പൈസയാണ് അന്ന് അതിന്റെ ചാർജ്. ഈ പൊടി അങ്ങ് മണപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുമ്പീറ്റ് ഒരു 1/2 മണിക്കൂർ നേരെ ജലദോഷം അന്നെ. അപ്പൊ പിന്നെ നാടൻ വൈദ്യന്, ഹോമിയോ, അലോപ്പതി മൂന്നും താഴെക്കൂടുണ്ട്. പിന്നെ അതിന്റെ മേലേക്ക് പോവുകയാണെങ്കിൽ ആയുർവേദവും ഹോമിയോവും അലോപ്പതിയും. മേലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് വാത്തലിമ്പറിന്റെ അബോക്ക ഫേമസ് ആയിട്ടുള്ളൊരു മിക്സർ പിന്നെ ഉത്പാദിപ്പിക്കണ മിക്സർ വായ്പപ്പൊരി. അത് വളരെ നമ്മളെ ആ കാലഘട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു കച്ചവടക്കാരല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക. മാത്രല്ല ആള് ഭയങ്കര രസികനായിരുന്നു, സരസനായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് മീൻകാച്ചുള്ളിന്റെ നേരെ അവിടെ പോയിട്ടിരിക്കുകയെ. അതില് മൂപ്പര സംഭാഷണത്തിൽ പിന്നെ അങ്ങനെ ഒരുപാട് നേരം ഇരിക്കും. എല്ലാവരും വന്നിരിക്കും. അതൊക്കെ ഇത് പറഞ്ഞ ടെലിവിഷനും കാര്യങ്ങളും മൊബൈലും ഒന്നും ഇല്ലല്ലോ. അവിടെ ചിലപ്പോ 10-11 മണിവരെയൊക്കെ ഇരിക്കും. ഒരാൾ പറയാൻ ഇവിടെ നമ്മളെ പിന്നെ അങ്ങോട്ട് നമ്മളെ പഴയ കത്തീബ് മറ്റേ മീഡിയംസിലെ നമ്മുടെ ബഷീർ മറ്റേ അബു അസീസ് ബഷീറിൻ്റെ ഒക്കെ ഇവിടെ വീട് അവിടെ ആയിരുന്നു. അതിനോട് ചേർന്നിട്ട് ടൈലറിങ് ഒരു കട തൊട്ടിങ്ങനെ അബു സാഹിബ് കുറെ കാലം അവിടെ പിന്നെ അവിടെ പോയാൽ പിന്നെ പുലിക്കടപ്പൂടി ഒന്നും ആ കാലഘട്ടത്തിലില്ല. പുലിക്കടപ്പൂടി പുറത്തല്ലത്, ഇവിടെ മങ്ങാടിയിലല്ലേ. ഇവിടെ ഉള്ളത് അവിടെ പണ്ട് ഈ വിളയിൽ ഫസീൽ ഇവരൊക്കെ പണം വന്നിട്ട് ഗാനമേള പോലെ പീടി നിന്ന സ്ഥലത്ത് പൂള ചെയ്യുന്ന സ്ഥലമാണ്. കാരണം എൻ്റെ പുറകില് പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട് അവിടെയാണ്. കുറച്ചെല്ലാം സുട്ടൊക്കെ അവിടെ നിന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ താമസിക്കും. ആ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ പോരുമ്പോക്കെ ഈ പൂള മാത്രമല്ല വീടോ വീടിയോ കച്ചവടം ചെയ്യണ പോലെ വീട് നിൽക്കുന്ന സ്ഥലവും നിൽക്കുന്ന സ്ഥലവും മൊത്തത്തിൽ അങ്ങനെയാണ്. അവിടെ നമ്മളെ സഖാവ് എംഎൽഎക്കാൻ്റെ ഒരു വീട് മാത്രമുള്ളത്. പിന്നെ താഴെ പുഴങ്ങിണ്ട്. ബാക്കി അവിടെ വീടുകൾ പിന്നെ കുഞ്ഞാലൻ എമ്മിൻ്റെ നാലത്തോ മക്കാൻ്റെ വീട് അതാണ് അവിടെ ഓർമ്മയിലുള്ളത്. പിന്നെ ചെറുക്കനം മീതോജിന്റെ വീട് അവിടെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടെന്ന് ഓർമ്മ. പിന്നെ മാഷേ നമ്മളിപ്പോൾ ഇവിടെ ഈ താഴെക്കൂടിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ കിഴക്കനാട്ട് മൊയ്തുട്ടി മുസ്ലിയാർ മരിച്ചതിനെ പറ്റിയിട്ട് നാട്ടിൽ ഒരുപാട് കേൾവികൾ. ഞാനന്ന് ഗൾഫിലാണ്. മലാസറായിന് സലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടുകേൾവിയുണ്ട്. എന്താ മാഷിന് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും? ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എൻ്റെ വ്യക്തത നമുക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് എൻ്റെ വ്യക്തതയും കൃത്യതയും നമുക്കില്ല. അത് ആധികാരികമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയും. താഴെക്കോട് മൊത്തത്തിൽ ആദ്യം മുതൽ തന്നെ ഈ പണ്ഡിതന്മാര് പേര് കേട്ട പണ്ഡിതന്മാര് ഉള്ള ഒരു ഏരിയ എന്നുള്ളത് താഴെക്കോടിന് പണ്ടേ അങ്ങനെ ഒരു പേരുണ്ട്. എല്ലാ പല മേഖല ഒരുപാട് ഈ കെക്കനാടന്മാര് മറ്റുള്ള ഫാമിലികൾ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു മേഖല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ അന്നൊക്കെ പ്രവാസമല്ലല്ലോ. അന്നൊക്കെ പിന്നെ ബോംബെ പിന്നെ എവിടേക്ക് നോക്കുമ്പോ അവിടെ ഉള്ള ആളുകള് മറ്റേ സിലോണ്, ബർമ്മ,
ബർമ്മ, മലേഷ്യ. അതൊക്കെ മലേഷ്യയിൽ അത് പ്രധാനപ്പെട്ട ഒരു നമ്മളൊക്കെ ഒരു പുറത്തുള്ള സ്ഥലം നിങ്ങൾക്ക് ബോംബെയാണ്. ബോംബെ മനസ്സിലുള്ള സ്ഥലം. നമ്മള് ഗൾഫിലേക്ക് പോണേലും ബോംബെ വഴി അങ്ങനെ ബോംബെ ആണ് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും ബന്ധപ്പെട്ടിട്ടൊരു ഇന്ത്യയില് ഒരു പ്രധാന. ബോംബെയിൽ നിന്ന് മരണപ്പെട്ട ഒന്ന് എന്റെ വാപ്പ ബോംബെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ KK പറഞ്ഞ നാസറിന്റെ അല്ല ആര് വാപ്പയാണ്, പിന്നെ നമ്മുടെ ഷൗക്കത്തിന്റെ വാപ്പ അഹമ്മദ്. രണ്ടുപേരും ബോംബെയിൽ നിന്നാണ് അന്ന് മരണപ്പെട്ടത്. ഉമ്മ വാഴത്തൊടി, മറ്റേ ലത്തിടപ്പ. എന്റെ പേരെന്താണ്? ഉമ്മറ മനസ്സിലായി. മലൂസിലൊക്കെ ലത്തീഫിന്റെ വാപ്പ, അതേമാതിരി എന്റെ വാപ്പ, അതേമാതിരി KK അഹമ്മദ് അങ്ങനെ 2-3 പേരും ബോംബെയിലാണ് മരണപ്പെട്ടത്. പിന്നെ നമ്മളെ വസ്സാമയമാക്കി ബോംബെയിലാണ് മരണപ്പെട്ടു. അല്ലെ, ബോംബെ എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു വരുമ്പോ എയർപോർട്ടിൽ നമ്മളവിടെ അങ്ങാടിയില മറ്റേ ചോലയില് പിന്നെ ഒറ്റപ്പെട്ട് താമസിച്ചിരുന്നു. അടുത്താണ് മരിച്ചത്. അതിന്റെ അപ്പുറത്ത് നമ്മളെ ചുണ്ടപ്പറ്റ ഹംസാക്കിയിട്ടുണ്ടായിരുന്നു. ഹംസാക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുപ്പൊരു നെല്ലും ചാക്ക് മണ്ണാർക്കാട് നേറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് നേറ്റിപ്പോയി. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് കുത്തി അരിയാക്കി വീടുകളിൽ സപ്ലൈ ചെയ്യാം. അത്തരം ലോഡ് ചുമട് എടുത്ത് വന്നിരുന്ന ആളുകൾക്കുള്ള അത്താണിയാണ് അത്താണി പോലത്തെ സ്ഥലം. ചുമടെടുത്ത് പോരുന്ന ആളുകൾക്ക് ഒരു വിശ്രമ കേന്ദ്രം. അതായത് അവർക്ക് ഒരാളെ സഹായം ഇല്ലാതെ ചുമട് ഇറക്കി വെക്കാം, വിശ്രമിക്കാം. പിന്നെ ഒരാളെ സഹായം ഇല്ലാതെ ചുമട് തിരിച്ച് അന്നത്തെ കാലങ്ങളിൽ നമ്മൾ ഈ സൈക്കിളിൽ കൊടുത്തിട്ട് പുതപ്പുകള് പാലക്കാട്ടിൽ നിന്നൊക്കെ വന്ന സൈക്കിളിൽ പുതപ്പുകൾ വിറ്റിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. അതേപോലെ തന്നെ മിഠായികളൊക്കെ സൈക്കിളിൽ ചവിട്ടി ഇവിടെയൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ള അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള വാഹനങ്ങളുടെ ലഭ്യത. പിന്നെ അവിടെ കടകളായിട്ട് ഇപ്പൊ ചുണ്ടപ്പറ്റകൾ കഴിഞ്ഞു കഴിഞ്ഞാല് പുൽക്കട അല്ലേ? പുൽക്കടക്കാരെ ഒരു പഴയ കട ആണ്. അത് കുറെ വൈകിട്ടാണ് വന്നെന്നാലും പിന്നെ ഇപ്പോലെ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അവിടെ കെട്ടിടത്തിലായിരുന്നു. അതിൽ താമസം പോലെ അവിടെ തന്നെ ആയിരുന്നു അല്ലേ? അവിടെ തന്നെ താമസം. അതിന്റെ പുറകിലായിരുന്നു താമസം. പിന്നെ അതിന്റെ അവിടെ അപ്പുറത്ത് പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോലയില് പിന്നെ സാഹിബിന്റെ ഒക്കെ തറവാട് വീട്. അവിടെ കച്ചവടങ്ങളൊന്നുമില്ല. അവിടെ കച്ചവടമൊന്നുമില്ല. അതിന്റെ അപ്പുറത്ത് നമ്മളെ പുൽക്കട, പിന്നെ വേമണ്ണേക്കാന്റെ ഒക്കെ ഫുഡൊക്കെ പോലെ തറവാട് വീട്. അല്ല, ഓപ്പോസിറ്റില് പിന്നെ മുറിയത്തറമ്പന്മാരെ അതിലെന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. മുറിയത്തറമ്പും പിന്നെ മൈമാച്ചൊക്കെ താമസിക്കുന്ന ഒരു വീടായിരുന്നു അവിടെ. പിന്നെ പഴയ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടൊരു പീടിക വന്നു. അതില് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടൈലറിങ്ങും പിന്നെ ഈ തട്ടാരിക്കുന്ന ഒരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ എല്ലാ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മുമ്പ് അങ്ങനെ പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമ്മളെ പിന്നെ മറ്റേ ഇവരുടെ സൂപ്പർ മാർക്കറ്റിന്റെ കാലത്തില് റഷീദിന്റെ അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ CH ഫൈസലിന്റെ ബിൽഡിംഗ് കിട്ടുന്ന സ്ഥലത്ത് മുന്നാക്കാണ്ട് CH അവരുടെ ഒരു ചായപ്പീടി കുറച്ചുകൂടി ഉയർന്ന സ്ഥലത്ത് സ്റ്റെപ്പൊക്കെ അവരുടെ ചെറുപ്പത്തില് വളരെ ശ്രദ്ധിക്കണ ഒരു കച്ചവട സ്ഥലമാണത്. ചായക്കും പിന്നെ ഇസ്തിരി കൊടുക്കും. അവിടെ അങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പീടികളൊന്നുമില്ല. പിന്നെ ക്യാൻറ്റീയുടെ അന്ന് ബീഡി കമ്പനി ഉണ്ടല്ലേ? കമ്പനിയുടെ ആ ഒരു ഭാഗം ഉണ്ട്. ബീഡി ഉണ്ടോ? ഉണ്ട്. ബീഡി ഉണ്ട്. അന്ന് KMT ബീഡി, 6-ാം നമ്പർ ബീഡി, ജോക്കർ ബീഡി, പിന്നെ വാപ്പുട്ടിയാക്കാന്റെ AP ബീഡി, അങ്ങനെ ബീഡിക്ക് നല്ലൊരു പ്രസക്തില്ല. പിന്നെ അതുപോലെ തന്നെ KH ബീഡി. പിന്നെ നമ്മള് വിട്ടുപോയ ഒരാള് CH ബാപ്പുവാജി ബിസിനസ്സില്. CH ബാപ്പുവാജി വളരെ താഴെക്കോട്ട് ഏറ്റവും പ്രതാപശാലിയായിട്ടുള്ള ബിസിനസ്സാണ്. പണ്ട് കാലത്ത് തന്നെ ഇവിടെ പുറത്ത് പോയിട്ട് ഈ മലഞ്ചരക്കും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുപ്പരുടെ ഒരു മേഖല പൂളായിരുന്നു. പൂള എടുത്തിട്ട് വെട്ടി ഉണക്കി അതിന്റെ ഒരു പിന്നെ ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറെ കാലം പാലക്കാട് മുണ്ടൂര് കേന്ദ്രീകരിച്ച അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഈ പിന്നെ 25,000 ആളുകൾ പൈസക്ക് വേണ്ടിയിട്ട് സക്കാത്ത് പണത്തിന് വേണ്ടി കൂടുന്ന ഒരു സ്ഥലമാണ് അവിടെ. 25,000 പുലർച്ചെ CH ബാപ്പുവാജിയുടെ വീടിന്റെ മുറ്റത്ത് മുട്ടുസൂചി കുത്താൻ ഇത്രക്കും. ആ കാലഘട്ടത്തിൽ അങ്ങനെ വേറെ ഒരു പിന്നെ സക്കാത്ത് പൈസ കൊടുക്കുന്ന ഒരു വ്യക്തിനെ വേറെ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ ഉണ്ട്. അന്നൊക്കെ 5 രൂപയുടെ കൊട്ടനൊക്കെ ഈ സ്റ്റീൽ ബക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നായിട്ട് ഇങ്ങനെ കൊടുത്തിരുന്ന ചെറുപ്പത്തിലെ ഓർമ്മകളുണ്ട്.
പിന്നെ അതുമായി നമ്മുടെ ഈ വില്ലേജിന്റെ അവിടെ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവിടെ ആ ഒരു പിന്നെ ആല് അതിട്ട് നമ്മളെ പാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കല്ലടിക്കാരെ ബിൽഡിംഗ് നിൽക്കണ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ നല്ലൊരു കുണ്ടായിരുന്നു. അവിടെ ഒരു ആലുണ്ടാകുന്നില്ലേ, അത് നമുക്ക് അവിടേക്കൊക്കെ ഭയപ്പാടോട് കൂടി മാത്രം അവിടെ പോകാൻ പറ്റുന്ന സ്ഥലം. അവിടെ അത്ര അങ്ങനത്തെ ഒരു ഒളിച്ചോന്നുള്ള സ്ഥലമല്ല. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ തോട്ടിൽക്കേണ്ടി വരാവുന്ന രൂപത്തിൽ ഒരാള് രണ്ടാള് താഴ്ചയിൽ നടണ്ടാവും. വില്ലേജിന്റെ അപ്പുറത്തെ ആലേ അതൊക്കെ അല്ല അന്ന് കല്ലടി ഹംസാജിക്ക് അവിടെ റേഷൻ കടല്ലേ? അത് കുറെ കഴിഞ്ഞിട്ട് അതുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് കല്ലടി ഹംസാജിന്റെ ഒരു. പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് മെയ്തുട്ടിയൊക്കെ ചെയ്തു. അവിടെ തന്നെ മറ്റേ ചോലക്കൻ മയമാക്കൊക്കെ ഒരു പലചരക്കാരുണ്ടായിരുന്നു. പിന്നെ കാപ്പറമ്പുമായിട്ട് വല്ല ഓർമ്മകളുണ്ടോ? കാപ്പറമ്പിൽ അന്ന് എന്തെങ്കിലും കച്ചവടങ്ങളായിട്ട് ഉണ്ടായിരുന്നോ നമ്മളെ ഓർമ്മയില്? കാപ്പറമ്പില് പിന്നെ കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഈ അവിടെ നല്ലൊരു 1-2 പ്ലാവുകൾ, അതായത് ഇപ്പോ പിന്നെ മേലെ കാപ്പറമ്പിലേക്ക് പോകുമ്പോ ഇടത് ഭാഗത്ത് ഇപ്പൊ ഒരു മറ്റേ ലൈറ്റൊക്കെ വെച്ച മിനിമസ് ലൈറ്റൊക്കെ വെച്ചൊരു സ്ഥലമുണ്ട്. അവിടെ പിന്നെ ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 2 പ്ലാവുണ്ടാകും. അതിൻ്റെ വേരുകളിൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ നാരകത്ത് ഹംസാക്കാൻ്റെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, പലർക്കട, അങ്ങനെ എന്തൊക്കെ ഒരു ആ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പുറത്ത് ഇബ്രാഹിം കുട്ടിയാക്കാൻ്റെ പള്ളിയുടെ പുറത്തായിട്ടുള്ള ആ കടകളും അതൊക്കെ ആ ഒരു സമയത്ത് ഉള്ള തന്നെയാണ്. അതൊക്കെയാണ് നമ്മൾ ഓർമ്മയിലുള്ള അവിടുത്തെ കാപ്പറമ്പിനെ സംബന്ധിച്ച്. പിന്നെ ആ മൃഗാശുപത്രി പഴയ രൂപത്തിലുള്ള മൃഗാശുപത്രി, അതേപോലെ തന്നെ ആ ഒരു ഇതുണ്ട് കൃഷിഭവൻ. അപ്പോൾ പിന്നെ ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പിന്നെ ജനപ്രതിനിധി എന്നുള്ള കാലത്ത് കൂടി നാസർ മാഷ് നമ്മളൊന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം 5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും അതിന് മുമ്പ് 5 വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായും ജനപ്രതിനിധി എന്നുള്ള നിലക്കും നാസർ മാഷ് നമ്മളെ പിന്നെ ഇന്നത്തെ പിന്നെ നമ്മളെ താഴേക്കോടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും വികസനങ്ങളിലൊക്കെ ഒരു വിജയശില്പി എന്നുള്ള നിലക്ക് താഴേക്കോടിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വം കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. പിന്നെ ഏതായാലും ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു മാറ്റ ഇത് പറഞ്ഞ പോലെ വിഷയം ഉണ്ടാക്കാനല്ല, അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ അബ്ദുള്ള കോയ പാപ്പാൻ്റെ മക്കാമ്, ഇതിൻ്റെ ഉത്ഭവത്തിൽ ഒരു കഥ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്തും മറമാടി എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് മാഷ്ക്ക് എന്തെങ്കിലും? അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയേണ്ട രൂപത്തിൽ എൻ്റെ വരുന്ന ഈ സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുണ്ട് വിശദീകരിക്കാവുന്ന തരത്തിൽ അതില്ല. ആ വിശദീകരിക്കാൻ പറ്റിയ ആരെങ്കിലും നിർദ്ദേശിക്കാൻ പറ്റുമോ ഇന്നത്തെ രീതിയിൽ? നമ്മൾ ചരിത്ര പുസ്തകം ഇറക്കുകയാണ്. അത് നമ്മള് പിന്നെ അതേപോലെ തങ്ങളുടെ മകന് പിന്നെ എന്താ മൂപ്പര് പേര് ആള് മൂപ്പർക്കൊക്കെ പറഞ്ഞ് കേട്ടറിവ് അറിയില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഏതായാലും ഞങ്ങള് ആലോചിച്ചിട്ട് ഏതായാലും ഇന്നത്തെ ചർച്ച വളരെ വിപുലമായി. 40 മിനിറ്റോളം അതിൽ ഇന്ന് നാസർ മാഷ് കൃത്യമായി തന്നെ, കാരണം നാസർ മാഷ് അതിന്റെ താഴെക്കോട് പറയുമ്പോൾ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് ഇന്നത്തെ ചർച്ചയിൽ വളരെ കൃത്യമായി തന്നെ ഒരുപാട് ആളുകളെ പരാമർശിച്ചു. മരണപ്പെട്ട ആളുകൾ അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പിന്നെ നിർദ്ദേശങ്ങൾ 1-2 നിർദ്ദേശങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു. ഏതായാലും താഴെക്കോടിന്റെ ഒരു വളർച്ചയിൽ കൃത്യമായി തന്നെ പറയപ്പെടാൻ ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് കൃത്യമായി ഞങ്ങളെ ഈ ചർച്ചയിൽ ഉൾക്കൊണ്ടതിന് താഴെക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും, പിന്നെ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആധികാരികമായി തന്നെ വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടി സംബന്ധിച്ചതിന് ചർച്ചയിൽ വളരെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ജനറൽ സെക്രട്ടറിക്ക് എന്തെങ്കിലും അതുമായിട്ട്? തീർച്ചയായും. കാരണം ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരുങ്ങുമ്പോഴേ അറിയാം നാസർ മാഷ് ആണെങ്കിൽ താഴെക്കൂടിൻ്റെ എല്ലാ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നമ്മൾക്ക് ഒരുപാട് അറിവ് കിട്ടും. അപ്പം ആ അറിവ് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രമല്ല വരും തലമുറക്ക് അതൊരു അറിവായിരിക്കും. അപ്പം അതിന് പൂർണ്ണമായി സഹകരിച്ച നാസർ മാഷിനെ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ മുമ്പ് നിർദ്ദേശിച്ച ആ ഒരു നിർദ്ദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അങ്ങയുടെ പിതാവിൻ്റെ പേരിൽ താഴെക്കൂട് ഒരു ലൈബ്രറി